ഹായ് ഫ്രണ്ട്സ്, ജനറൽ പർപ്പസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് റെഫ്രിജറേഷൻ സൈക്കിൾ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. HVACയിലെ എല്ലാ എക്യുപ്മെൻറ്റ്സും വർക്ക് ചെയ്യുന്നത് റെഫ്രിജറേഷൻ സൈക്കിൾ എന്ന പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്താണ്. 110ലുള്ള സ്പ്ലിറ്റ് AC മുതൽ വലിയ ചില്ലർ വരെ വർക്ക് ചെയ്യുന്നത് ഈ ഒരു റെഫ്രിജറേഷൻ സൈക്കിൾ അനുസരിച്ചാണ്. റെഫ്രിജറേഷൻ സൈക്കിളിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹീറ്റ് അബ്സോർബ് ചെയ്യുകയും ഹീറ്റ് റിജക്റ്റ് ചെയ്യുകയുമാണ്. ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഒരു ഒബ്ജക്റ്റ് കൂൾ ചെയ്യാൻ സാധിക്കുകയില്ല. പകരം അതിലുള്ള ഹീറ്റിനെ റിമൂവ് ചെയ്യാനാണ് നമുക്ക് കഴിയുന്നത്. ഹീറ്റ് പമ്പ് സൈക്കിൾ എന്നാണ് ഇതിനെ പറയുന്നത്. ഇവിടെ ഹീറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മെറ്റീരിയലാണ് റെഫ്രിജറൻറ്റ്. 4 കമ്പോണൻസ് ആണ് റെഫ്രിജറേഷൻ സൈക്കിളിനുള്ളത്. അവ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. കംപ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ വാൽവ്, ഇവാപൊറേറ്റർ തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട 4 കമ്പോണൻസ്. അതിൽ കംപ്രസർ റെഫ്രിജറൻറ്റിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്ത് അതിനെ ത്രൂ ഔട്ട് സൈക്കിൾ മൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. കംപ്രസറിലേക്ക് ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ വേപ്പർ സ്റ്റേറ്റിലാണ് റെഫ്രിജറൻറ്റ് വരുന്നത്. അതിനെ കംപ്രസർ കംപ്രസ് ചെയ്ത് അതിൻ്റെ ടെമ്പറേച്ചറും പ്രഷറും ഇൻക്രീസ് ചെയ്യുന്നു. പിന്നീട് കണ്ടൻസറിലേക്കാണ് എത്തിച്ചേരുന്നത്. കണ്ടൻസറിൽ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ വേപ്പർ സ്റ്റേറ്റിലേക്ക് എത്തിച്ചേരുന്ന റെഫ്രിജറൻ്റ് ആണ്. കണ്ടൻസർ കോയിൽ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതായത് റെഫ്രിജറൻറ്റിനെ കണ്ടൻസർ കോയിൽ കൂൾ ചെയ്യുന്നു. അതിലൂടെ വേപ്പർ സ്റ്റേറ്റിലുള്ള റെഫ്രിജറൻറ്റ് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നു. പിന്നീട് റെഫ്രിജറൻറ്റ് പോകുന്നത് എക്സ്പാൻഷൻ വാൽവിലേക്കാണ്. കോമൺലി യൂസ് ചെയ്യുന്ന എക്സ്പാൻഷൻ വാൽവ് എന്ന് പറയുന്നത് തെർമൽ എക്സ്പാൻഷൻ വാൽവാണ്. മെയിൻലി പ്രഷർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ് ഇലക്ട്രോണിക് എക്സ്പാൻഷൻ വാൽവ്. തെർമൽ എക്സ്പാൻഷൻ വാൽവിലേക്ക് വരുന്ന റെഫ്രിജറൻറ്റ് ലോ ടെമ്പറേച്ചർ ഹൈ പ്രഷർ ലിക്വിഡ് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. അത് എക്സ്പാൻഷൻ വാൽവിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ ലിക്വിഡ് സ്റ്റേറ്റിലേക്കായിരിക്കും ഉണ്ടാവുക. പിന്നീട് റെഫ്രിജറൻറ്റ് പോകുന്നത് ഇവാപൊറേറ്ററിലേക്കാണ്. ഇവാപൊറേറ്റർ കണ്ടൻസർ പോലെ തന്നെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറാണ്. ഇവാപൊറേറ്റർ ഫാൻ ഇവാപൊറേറ്റർ ഫിൻസിലൂടെ എയർ പുറത്തേക്ക് ബ്ലോ ചെയ്യുന്നു. റെഫ്രിജറൻറ്റ് എയർ പുറത്തേക്ക് ബ്ലോ ചെയ്യുമ്പോൾ റെഫ്രിജറൻറ്റ് അറ്റ്മോസ്ഫിയറിക് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് വെൽ കൂൾഡ് എയർ കിട്ടുന്നത്. ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതിലൂടെ ലിക്വിഡ് സ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന റെഫ്രിജറൻറ്റ് വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറുന്നു. പിന്നീട് വേപ്പർ സ്റ്റേറ്റിലുള്ള റെഫ്രിജറൻറ്റ് കംപ്രസറിലേക്ക് എൻ്റർ ചെയ്യുന്നു. വീണ്ടും ആ റെഫ്രിജറേഷൻ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നു. ഇതാണ് റെഫ്രിജറേഷൻ സൈക്കിളിൽ നടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ കംപ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ വാൽവ്, ഇവാപൊറേറ്റർ തുടങ്ങിയവയാണ് റെഫ്രിജറേഷൻ സൈക്കിളിലെ പ്രധാനപ്പെട്ട കമ്പോണൻസ്. അതിൽ കണ്ടൻസറും ഇവാപൊറേറ്ററും ഹീറ്റ് എക്സ്ചേഞ്ചറായി ആക്ട് ചെയ്യുന്നു. കണ്ടൻസർ ഹീറ്റ് റിമൂവിംഗ് ചെയ്യുകയും എവാപൊറേറ്റർ ഹീറ്റ് അബ്സോർബിംഗ് ചെയ്യുകയും ചെയ്യുന്നു. ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ വേപ്പർ സ്റ്റേറ്റിലുള്ള റെഫ്രിജറൻറ്റ് കംപ്രസറിൽ നിന്ന് വരികയും കണ്ടൻസറിലേക്ക് എൻ്റർ ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം ഹൈ പ്രഷർ ലോ ടെമ്പറേച്ചർ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് അത് മാറുന്നു. എക്സ്പാൻഷൻ വാൽവിന് ശേഷം റെഫ്രിജറൻറ്റ് ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ ലിക്വിഡ് സ്റ്റേറ്റിലേക്കായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം ഇവാപൊറേറ്ററിലേക്ക് എൻ്റർ ചെയ്തതിന് ശേഷം റെഫ്രിജറൻറ്റ് ലോ പ്രഷർ മീഡിയം ടു ഹൈ ടെമ്പറേച്ചർ വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറുന്നു. പിന്നീട് റെഫ്രിജറൻറ്റ് കംപ്രസറിലേക്ക് എൻ്റർ ചെയ്യുന്നു. ആ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നു. ഇതാണ് ഒരു റെഫ്രിജറേഷൻ സൈക്കിളിൽ നടക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.